മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. ഒഴിപ്പിക്കൽ നിയമവിരുദ്ധമെന്ന ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. വിശദാംശങ്ങളുമായി മനുശങ്കർ ചേരുന്നു. മനു, എപ്പോഴാണ് അപ്പീൽ നൽകിയത്? ഇക്കാര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന വിധി സംബന്ധിച്ചുള്ള തടസ്സങ്ങൾ നീക്കുകയാണോ ഈ നൽകിയിരിക്കുന്ന അപ്പീൽ പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായും പ്രജീഷ്, വി.എസ്. സർക്കാരിന്റെ കാലത്ത് മൂന്നാർ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച് നിലവിൽ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വി.എസ്. സർക്കാരിന്റെ കാലത്ത് ഒഴിപ്പിച്ച ഈ അനധികൃത കയ്യേറ്റങ്ങൾ അനധികൃതമായിരുന്നു എന്ന് തന്നെയാണ് ഈ അപ്പീലിൽ സുപ്രീം കോടതി മുമ്പാകെ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനെതിരായ ഈ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് സർക്കാർ തന്നെ വ്യക്തമാക്കിയത് ഇത് അനധികൃത കയ്യേറ്റങ്ങൾ തന്നെയാണ് എന്ന് വ്യക്തമായിട്ടുള്ളതാണ്. അതിനാൽ തന്നെ ഇതിനെതിരെയുള്ള ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണം എന്നുകൂടിയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ഈ റിസോർട്ടുകൾ, പ്രധാനമായും ക്ലൗഡ്9, അബാദ്, ഒപ്പം മൂന്നാർ വുഡ്സ് എന്നീ റിസോർട്ടുകൾക്കടക്കം നഷ്ടപരിഹാരം നൽകണം എന്നുകൂടി ഹൈക്കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ നഷ്ടപരിഹാരം നൽകണം എന്നുള്ള ഈ ഉത്തരവ് കൂടി റദ്ദാക്കണമെന്നും ഇത് സ്റ്റേ ചെയ്യണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജിയിൽ മേൽ തുടർ നടപടികൾ ഉണ്ടാകുന്നതിന് മുമ്പായുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാടും സർക്കാർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയുണ്ടായി. അനധികൃത കയ്യേറ്റങ്ങൾ തന്നെയാണ് ഉള്ളത്, ഇത് പൂർണ്ണമായും ഒഴിപ്പിക്കേണ്ടത് തന്നെയായിരുന്നു എന്നുകൂടിയാണ് ഇപ്പോൾ സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മനു, ഹൈക്കോടതിയെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കാരണം അനധികൃത കയ്യേറ്റം ഒരുപാടുണ്ട്. ഏത് രീതിയിലാണ് നടപടികൾ കഴിഞ്ഞ കാലത്തൊക്കെയും സ്വീകരിച്ചത്, ഇക്കാര്യങ്ങൾക്കൊന്നും തന്നെ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. സുപ്രീം കോടതിയിലേക്ക് കാര്യങ്ങൾ അപ്പീൽ എത്തുമ്പോൾ വസ്തുതാപരമായ കാര്യങ്ങളിലേക്ക് സർക്കാർ എങ്ങനെയാണ് കടന്നിരിക്കുന്നത്? അവിടെ നിയമപരമായ തലത്തിൽ ഏതൊക്കെ രീതിയിൽ സുപ്രീം കോടതിയിൽ ഇതിനൊരു അംഗീകാരം ലഭിക്കും എന്ന തലത്തിലുള്ള അപ്പീൽ, അതിൽ എന്തൊക്കെയാണ് ഒരു പക്ഷേ വസ്തുതാപരമായ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്? പ്രജീഷ്, തീർച്ചയായിട്ടും ഇതിൽ LDF സർക്കാരിന്റെ കാലത്ത് ഈ മൂന്നാറിൽ അനധികൃതമായി ഉണ്ടായിരുന്ന കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചത് സംബന്ധിച്ച് നിലവിലുള്ള ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണം എന്നുകൂടിയാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ തന്നെ പറയുന്നു, ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനെതിരായ ഉത്തരവ് നിലവിൽ ഹർജിയായി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി നിലവിൽ പരിഗണിക്കണം. ഇതിൽ തന്നെ നിലവിലുള്ള റിസോർട്ടുകൾക്ക് നഷ്ടപരിഹാരം നൽകണം എന്നുള്ള ഉത്തരവ് കൂടി സ്റ്റേ ചെയ്യണമെന്ന് കൂടിയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണോ എന്നൊരു സംശയം കൂടി സംസ്ഥാന സർക്കാർ ചോദിച്ചിരിക്കുകയാണ്. ഇതിൽ മൂന്നാറിൽ കയ്യേറ്റം നടത്തിയിരിക്കുന്ന റിസോർട്ടുകൾ മുഴുവനും അനധികൃതമായി തന്നെ നിർമ്മിച്ചവയാണെന്നും ഇത് കയ്യേറ്റം നടത്തി നിർമ്മിച്ചവയാണോ എന്നുകൂടി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി മുമ്പാകെ അറിയിച്ചിരിക്കുകയാണ്. ഇതിൽ അന്നത്തെ LDF സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ നയങ്ങൾ തീർച്ചയായും നടപ്പാക്കേണ്ടതാണ് എന്ന് കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതി മുമ്പാകെ മനുശങ്കറാണ് വിശദാംശങ്ങൾ ദില്ലിയിൽ നിന്ന് നൽകിയത്. വിവരാവകാശ കമ്മീഷനെ സർക്കാർ വീണ്ടും നോക്കുകുത്തിയാക്കുന്നു. ക്യാബിനറ്റ് തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നൽകുന്നില്ല. വിവരാവകാശ കമ്മീഷനുടെ ഉത്തരവുകൾ ലംഘിച്ച് വിവരങ്ങൾ നൽകാതിരിക്കുന്നത് വിവാദമായ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ മറച്ചുപിടിക്കാൻ. അഴിമതിക്ക് കളമൊരുങ്ങിയ മെത്രാൻകായലും കടമക്കുടിയിലെ നിലവും നികത്താനുള്ള അനുമതി, വിവാദസ്വാമി സന്തോഷ് മാധവൻ ഇടനിലക്കാനായ ഭൂമി ഇടപാട് തുടങ്ങി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പ് സർക്കാർ എടുത്തത് ഒരുപിടി തീരുമാനങ്ങളാണ്. പുറത്തറിഞ്ഞ് വിവാദമായതോടെ ഇവ പിന്നീട് റദ്ദാക്കിയെങ്കിലും സമാനമായ ഇത്തരം ഉത്തരവുകൾ വേറെയും ഉണ്ടാകാം. അതിനാൽ അവയൊന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരിക്കലും പുറത്തു വരരുത് എന്ന് സർക്കാരിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2015 സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായിരുന്ന MN ഗുണവർദ്ധനന്റെ ഉത്തരവ് ലംഘിച്ച് ക്യാബിനറ്റ് തീരുമാനങ്ങൾ സർക്കാർ നിഷേധിക്കുന്നത്. അഡ്വക്കേറ്റ് DB ബിനു. പൂർണ്ണമായും സുതാര്യമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പക്ഷേ ക്യാബിനറ്റ് തീരുമാനങ്ങൾ പോലും ജനസമക്ഷം നൽകുന്നതിന് തയ്യാറാകുന്നില്ല എന്നാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതിലൂടെ വ്യക്തമാകുന്നൊരു കാര്യം, ഇത് വലിയ അഴിമതി നടക്കുന്ന നിരവധി തീരുമാനങ്ങൾ ക്യാബിനറ്റ് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തന്നെയാണ് ചുമതലക്കാരൻ. പക്ഷേ ഇവിടെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ മുന്നിൽ നിർത്തിക്കൊണ്ട് പൊളിറ്റിക്കൽ ബ്യൂറോക്രസിയാണ് ഈ വിവരങ്ങൾ തടയാൻ ശ്രമിക്കുന്നത്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ സിബി മാത്യൂസിന് ഇതിനെ സംബന്ധിച്ചുള്ള ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ക്യാബിനറ്റ് തീരുമാനങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവുകൾ സർക്കാർ ലംഘിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
അഴിമതിരഹിത കേരളത്തിന് വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടതെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. പാലക്കാട് ഔദ്യോഗിക വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു VS. കേരളം കണ്ട ഏറ്റവും കൂടിയ അഴിമതി ഭരണമാണ് കഴിഞ്ഞ 5 വർഷമായി ഇവിടെ നടന്നു വരുന്നത്. എല്ലാത്തരം ആഭാസത്തരങ്ങളെയും അഴിഞ്ഞാട്ടങ്ങളെയും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയത്. ഇതിനെതിരെ അതിശക്തമായ ഒരു ജനമുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. തൃശൂർ പൂരം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. പൂരനഗരി കൂടുതൽ ആവേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വിശദാംശങ്ങൾ പൂരനഗരിയിൽ നിന്നും CG ദിൽജിത്ത് നൽകും. ദിൽജിത്ത്, എത്രത്തോളം ആവേശത്തിലാണ് ഓരോ പൂരപ്രേമികളും? അവിടെയൊക്കെയുള്ള താളവും മേളത്തിനും ഒപ്പം ശരീരവുമൊക്കെ അതിനനുസരിച്ച് ചലിപ്പിച്ചുകൊണ്ട് എത്രത്തോളം പൂരത്തെ അവർ വാങ്ങുകയാണ്? എല്ലാ ആശങ്കകളും മാറ്റിവെച്ചുകൊണ്ട് പൂരത്തെ നെഞ്ചോട് ചേർക്കുകയാണോ തൃശ്ശൂരിലെയും വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയിട്ടുള്ള ജനങ്ങൾ അടക്കം, പൂരപ്രേമികളടക്കം? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഘടകപുരങ്ങളുടെ വരവ് ആരംഭിച്ചതോടെ തൃശ്ശൂർ പൂരം അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിലുള്ള ആവേശത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ ഘടകപുരങ്ങളുടെ വരവ് ഏറ്റവും പ്രധാന ക്ഷേത്രമായ തിരുവമ്പാടി, അതുപോലെ പാറമേക്കാവ് ക്ഷേത്രങ്ങളുടെ വരവിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പ്രത്യേകിച്ച് തിരുവമ്പാടിയുടെ മഠത്തിൽ വരവാണ് ഇപ്പോൾ ആവേശകരമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ആവേശകരമായ ഇലത്താളം കൂടി അരങ്ങേറും. ഏതായാലും ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്നെത്തിയ രതീഷ് കൂടി, അദ്ദേഹം വലിയൊരു പൂരപ്രേമിയാണ്, എല്ലാ വർഷവും പൂരത്തിനായി എത്തിച്ചേരുന്നതാണ്. പൂരത്തിൽ ഏറ്റവും നമുക്ക് ആവേശകരമായിട്ട് തോന്നുന്നത് കുടമാറ്റം, അതേമാതിരി ഇലഞ്ഞിത്തര മേളം ഒക്കെയാണ്. എല്ലാ വർഷവും പൂരത്തിനായി എത്താറുണ്ടോ? ഇത് 3ാമത്തെ വർഷമാണ് എത്തുന്നത്. ഇത്തരത്തിൽ കേരളത്തിന്റെ നിരവധി ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ പൂരത്തിന്റെ ആവേശം എന്ന് പറയുന്നത് സംഗീതത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് എല്ലാ വർഷവും പൂരത്തിന്റെ പേരിൽ സംഗീത ആൽബങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ട്രൂപ്പ് തന്നെ നമുക്കടുത്തുണ്ട്. തറവാടി എന്ന പേരിൽ തറവാടിയുടെ ഏറ്റവും പ്രധാനി ഒരു കൗമാരക്കാരനാണ്, പൃഥ്വിരാജ് എന്ന പേരുള്ള കൗമാരക്കാരൻ. എന്താണ് നിങ്ങളുടെ ഒരു ആവേശം പൂരത്തെ സംബന്ധിച്ച്? പൂരത്തിന്റെ ആവേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂരത്തോട് തന്നെ, നമ്മുടെ പാട്ടോട് തന്നെ പൂരവും അതേപോലെ തന്നെ പൂവുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ ജനങ്ങളെ കണ്ടറിയാം. വളരെ ഭംഗിയായിട്ട് തന്നെ ആദ്യം കുറേ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊന്നും ആർക്കും ഒരു എതിർപ്പില്ലാതെ എല്ലാവരും വളരെയധികം ഭംഗിയായിട്ട് എല്ലാവരും ജനങ്ങൾ വളരെയധികം തിങ്ങിക്കൂടിയേക്കാണ് നമ്മുടെ ഈ തേക്കിൻകാട്ടിൽ. അപ്പോൾ വളരെയധികം പഞ്ചവാദ്യവും മേളവും ആനയും എല്ലായിട്ട് നല്ല ഭംഗിയായിട്ട് പോകുന്നു. നമ്മുടെ ബാൻഡും എല്ലാം. കൗമാരക്കാരനാണെന്നതുകൊണ്ട് തന്നെ ആദ്യം ഒരു എല്ലാത്തിൻ്റെയും ആവശ്യം കൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം മുതൽ ഇവർ ഈ പൂരത്തെ സംബന്ധിച്ച് ആൽബം ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇവരുടെ ആൽബം കണ്ടു. ഈ വർഷം ഇവർ പൂരത്തെക്കുറിച്ച് ഒരു ആൽബം ഇറക്കിയിട്ടുണ്ട്. ആ പാട്ടൊന്ന് നമുക്ക് കേൾക്കാം. തെക്കിൻകാടിന്നുണരുന്നു, പൂരപ്പെരുമകൾ ഉയരുന്നു, പൂരക്കൊടികൾ കയറുന്നു, പൂരാവേശം നിറയുന്നു. തെക്കിൻകാടിന്നുണരുന്നു, പൂരപ്പെരുമകൾ ഉയരുന്നു, പൂരക്കൊടികൾ കയറുന്നു, പൂരാവേശം നിറയുന്നു. ഇമ്മട പൂരം 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 വാദ്യാഘോഷം പൂരം 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 തൃശ്ശൂർ പൂരം. താളത്തിൽ പെരുമഴ പെയ്യണ്, ഇലഞ്ഞിത്തറ മേളം കൊട്ടണ്, പഞ്ചാരി തേന്മഴ ഒഴുകണ്, ചെറുപൂരം കൊട്ടിക്കേറണ്. താളത്തിൽ പെരുമഴ പെയ്യണ്, ഇലഞ്ഞിത്തറ മേളം കൊട്ടണ്, പഞ്ചാരി തേന്മഴ ഒഴുകണ്, ചെറുപൂരം കൊട്ടിക്കേറണ്. തേക്കിൻകാടിന്റെ കോലം മാറണ്, കുടമാറ്റം മാറിത്തിരിയണ്, കമ്പത്തിൻ വർണ്ണ കാഴ്ചകൾ താളത്തിൽ കത്തിക്കേറണ്. കത്തി 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 കത്തിക്കേറണ്. താളത്തിൽ പെരുമഴ പെയ്യണ്, ഇലഞ്ഞിത്തറ മേളം കൊട്ടണ്, പഞ്ചാരി തേന്മഴ ഒഴുകണ്, ചെറുപൂരം കൊട്ടിക്കേറണ്. താളത്തിൽ പെരുമഴ പെയ്യണ്, ഇലഞ്ഞിത്തറ മേളം കൊട്ടണ്, പഞ്ചാരി തേന്മഴ ഒഴുകണ്, ചെറുപൂരം കൊട്ടിക്കേറണ്. തേക്കിൻകാടിന്റെ കോലം മാറണ്, കുടമാറ്റം മാറിത്തിരിയണ്, കമ്പത്തിൻ വർണ്ണ കാഴ്ചകൾ താളത്തിൽ കത്തിക്കേറണ്. കത്തി കത്തി കത്തിക്കേറണ്, കത്തി കത്തി കത്തിക്കേറണ്. തെക്കിൻകാടിന്നുണരുന്നു, പൂരപ്പെരുമകൾ ഉയരുന്നു, പൂരക്കൊടികൾ കയറുന്നു, പൂരാവേശം നിറയുന്നു. തെക്കിൻകാടിന്നുണരുന്നു, പൂരപ്പെരുമകൾ ഉയരുന്നു, പൂരക്കൊടികൾ കയറുന്നു, പൂരാവേശം നിറയുന്നു. ഇമ്മട പൂരം 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 വാദ്യാഘോഷം പൂരം 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 തൃശ്ശൂർ പൂരം. നാലുപാടും കൊമ്പനാനകൾ ഇരുകൂട്ടരുടെ കുടമാറ്റങ്ങൾ, നാലുപാടും കൊമ്പനാനകൾ ഇരുകൂട്ടരുടെ കുടമാറ്റം. പഞ്ചവാദ്യമായി മഠത്തിൽ വരവും മൂന്നാനയുമായി കുട്ടിക്കേറും, പഞ്ചവാദ്യമായി മഠത്തിൽ വരവും മൂന്നാനയുമായി കുട്ടിക്കേറും. പലദേശം പലഈണം പലതാളം പലഭാവം പലമേളം, പലദേശം പലഈണം പലതാളം പലഭാവം പലമേളം. പഞ്ചവാദ്യം പാണ്ടിമേളം കമ്പതാളം കൊമ്പനാന ആനച്ചമയം, പഞ്ചവാദ്യം പാണ്ടിമേളം കമ്പതാളം കൊമ്പനാന ആനച്ചമയം. ഉപചാരം ചൊല്ലിപ്പിരിയുന്നു കാന്താ, വീണ്ടും കാണാം തൃശ്ശൂർ പൂരം
കൂടാൻ. ഇവരൊരു സംഘമാണ് പൃഥ്വിരാജിന്റെ നേതൃത്വത്തിൽ. ഇവർ കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ ഒരു പൂര ഗാനം പുറത്തിറക്കിക്കൊണ്ടായത് യൂട്യൂബിലും എല്ലാം തന്നെ വലിയ ഹിറ്റായിരുന്നു. അതിന്റെ ഒരു രണ്ടുപേരും കൂടി പാടാം. ഓണത്തിനാണ് ഇത്തരത്തിൽ പാട്ട് ഇറക്കിയിരുന്നത്. ആ ഓണത്തിന്റെ ഒരു പാട്ട്. തൃക്കാക്കരപ്പന്റെ മുറ്റത്തൊരു തുമ്പ, തൃക്കാക്കരപ്പന്റെ മുറ്റത്തൊരു തുമ്പ, തുമ്പ കൊണ്ട് 50 തോണിയും കുത്തി, തോണിയുടെ കൊമ്പത്തൊരാല് മുളച്ചു. ഉണ്ണിക്ക് കളിക്കാൻ ഊഞ്ഞാല് കെട്ടി, ഊഞ്ഞാലാട്ടാൻ വാടി പെണ്ണ്, വാടി പെണ്ണ്, വാടി പെണ്ണ്. പച്ചടി കിച്ചടി കുട്ടികറി ചേട്ടന്മാരുടെ പുലിക്കളി, ചന്തത്തിൽ മുറ്റം ചെത്തി പറിച്ചില്ല, ചന്തയ്ക്ക് പോയില്ല, നേന്ത്രക്ക വാങ്ങില്ല, പന്തു കളിച്ചില്ല, പന്തലുമിട്ടില്ല, അമ്മാവൻ വന്നില്ല, സമ്മാനം തന്നില്ല, നെല്ലു പുഴുങ്ങില്ല, തെല്ലുമുണങ്ങില്ല, തട്ടാനും വന്നില്ല, താലികൾ തീർത്തില്ല, കുഞ്ഞേലി പെണ്ണിന്റെ പുഞ്ചിരി മാത്രം, പുഞ്ചിരി മാത്രം, പുഞ്ചിരി മാത്രം. ഓണത്തപ്പാകുട വേറ നാളെ പിറ്റേ തിരുവോണം, തിരുവോണക്കറി എന്തല്ല, ചേനത്തണ്ടും ചെറുപയറും, കാളൻ നോലൻ തോരൻ തൈരും മോരും 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 മോർ, പച്ചടി കിച്ചടി സാമ്പാറ് ചിരട്ട പൊട്ടിച്ചുപ്പേരി. താനേനെ താനേ നിന്റെ തെയ്യത്തോം, താനേനെ താനേ നിന്റെ തെയ്യത്തോം, താനേനെ താനേ നിന്റെ തെയ്യത്തോം, താനേ നിന്റെ തെയ്യത്തോം, താനേ നിന്റെ തെയ്യത്തോം, താനേനെ താനേ ദിന്തിന്നോ നേ തെയ്യത്തോം, താനേ ദിന്തിന്നോ, താനേനെ താനേ ദിന്തിന്നോ, താനേ തെയ്യത്തോം, താനേ ദിന്തിന്നോ, താനേ നിന്റെ തെയ്യത്തോം, താനേ നിന്റെ തെയ്യത്തോം, താനേ നിന്റെ തെയ്യത്തോം. ഇത്തരത്തിൽ വളരെ ആവേശത്തോടു കൂടിയാണ് തൃശ്ശൂർകാർ പൂരത്തെ വരവേൽക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഘടകപുരങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തിരുവമ്പാടി വിഭാഗത്തിന്റെ മടത്തിൽ വരവ് എത്തിച്ചേരും. തൊട്ടു പിന്നാലെ പാറമേക്കാവ് വിഭാഗത്തിന്റെ പൂരപ്പുറപ്പാട് എത്തിച്ചേരും. ഏതായാലും ഒരുപാട് ആളുകൾ ഇവിടെ പൂരത്തിനായി എത്തിച്ചേരുന്നുണ്ട്. പൂരത്തിന്റെ കാഴ്ചകൾക്കായി. ചേട്ടൻ എവിടെ നിന്നാണ് വരുന്നത്? അയ്യന്തോള്. പൂരത്തിന്റെ ആവേശം ഇവിടെ വരെ. ഞാൻ അയ്യന്തോൾ ദേശത്തിൽ പൂരത്തിന്റെ കൂടെ വരുന്ന ആളാണ്. വളരെ ശക്തമായ രീതിയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള വരുന്ന സാധനമായിരുന്നു. അത് നമ്മൾ ശക്തമായ രീതിയിൽ നല്ല ആഹ്ലാദത്തോടുകൂടി പ്രോഗ്രാം നടത്തിക്കൊണ്ടുവരുന്നു. തൃശ്ശൂർക്കാരനെന്ന നിലയിൽ തൃശ്ശൂർ പൂരത്തിന്റെ ഏത് ഘടകമാണ് നമുക്ക് ഏറ്റവും ആവശ്യം? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് അയ്യന്തോൾ ദേശം തൃശ്ശൂർക്ക് വരിക എന്നുള്ളതാണ്. നമ്മൾ അയ്യന്തോൾ ദേശത്തിന്റെ പ്രതിനിധിയായിട്ട് വരുന്നത്. ചേട്ടനോട് എടപ്പാളാണ്. എല്ലാ വർഷവും വരാറുണ്ട്? ആദ്യമായിട്ടാണ് വരുന്നത്. എന്താണ് ഏറ്റവും കൗതുകം നടത്തുന്ന കാഴ്ച? എന്താണ് തൃശ്ശൂർ പ്രാവശ്യം പൂരമില്ല എന്ന് പറഞ്ഞിട്ട് പൂരുണ്ടാവും എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇതിൽ എന്താണ് ഏറ്റവും? കുടമാറ്റം ഉണ്ടോ, വെടിക്കെട്ടുണ്ടോ, ഇലഞ്ഞിത്തര മേളമുണ്ടോ? എന്താണ് നമുക്ക് ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? കുടമാറ്റമാണ്. ഞാൻ ആദ്യമായിട്ട് വരുന്ന. പേരെന്താണ്? സാമുവൽ. എവിടെ നിന്നാണ്? കോട്ടയത്ത് നിന്ന് ആദ്യമായിട്ട് പൂരം കാണാനായിട്ട് എത്തുകയാണ്. നമ്മൾ ഏറ്റവും കൗതുകകരമായിട്ട് കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പൂരത്തിൽ? കുടമാറ്റം ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് കാണാനുള്ള ആഗ്രഹത്തിലാണ് ഞാൻ. ഇലഞ്ഞിത്തര മേളം കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. ഇത്തവണ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ചേട്ടന് എവിടെ നിന്നാണ്? ഞാൻ ഇവിടെ തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. തൃശ്ശൂർക്കാർക്ക് ഏറ്റവും ആവേശം തരുന്ന കാര്യം എന്താണ് പൂരത്തിൽ? തൃശ്ശൂർക്കാർക്ക് നല്ല ഈ കേരളം മൊത്തം, കേരളം നല്ല ഇന്ത്യ ഒട്ടാകെ വന്ന് കൂടുന്ന സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. വ്യക്തമാണ് പൂരത്തിന്റെ ഏറ്റവും പൊലിമ ഒട്ടും ചോരാത്ത രീതിയിൽ പ്രേമികളെല്ലാം തന്നെ മുന്നോട്ട് പോവുകയാണ്. ആശങ്കകൾ ഒട്ടുമേ കാണാൻ കഴിയുന്നില്ല തൃശ്ശൂരിൽ. ആവേശവും ഒപ്പം മേളത്തിനൊപ്പം ശരീരം ചലിപ്പിച്ചും ഗാനം ഒക്കെ ഏറ്റുവാങ്ങിയും ഒക്കെയുള്ള തൃശ്ശൂരുകാരുടെ ആ ഒരു പൂരപ്രേമം തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഒരേ സമയം മത്സ്യവും പച്ചക്കറിയും കൃഷി ചെയ്യാവുന്ന അക്വാപോണിക്സിന് കേരളത്തിൽ പ്രചാരമേറുന്നു. കൈരളി പീപ്പിൾ ടിവിയുടെ കതിർ അവാർഡ് ജേതാവായ പി ടി ആന്റണിയുടെ അക്വാപോണിക്സ് ഫാം കർഷകർക്ക് മാതൃകയാവുകയാണ്. ഒരേ സമയം മത്സ്യവും പച്ചക്കറിയും കൃഷി ചെയ്യാമെന്നതാണ് അക്വാപോണിക്സിന്റെ പ്രത്യേകത. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ അക്വാപോണിക്സിനെ സ്വാധീനിക്കില്ല. കൃഷിക്ക് അധികം സ്ഥലവും ആവശ്യമില്ല. കൈരളി പീപ്പിൾ ടിവിയുടെ കതിർ അവാർഡിന് അർഹനായ മാള സ്വദേശി പി ടി ആന്റണി അക്വാപോണിക്സിലൂടെ വൻ നേട്ടം കൊയ്തതാണ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് കർഷകരെ ആകർഷിക്കുന്നത്. ഈ ഒരു 3/4 സെന്റ് സ്ഥലത്ത് നമ്മളൊരു 2250 മത്സ്യങ്ങളെ ഗിഫ്റ്റ് തിലാപ്പിയുടെ കുഞ്ഞുങ്ങളെ ഒന്നൊന്ന് സേവിക്കും. അതിപ്പോൾ നമുക്ക് ഒന്നിച്ചില്ലാനും ടൺ ഒരു 1018 കിലോ 1150 കിലോത്തോളം നമുക്ക് വിളവെടുക്കാൻ പറ്റും. നമ്മൾ മീൻ മാത്രം തീറ്റ കൊടുക്കണമുള്ളെങ്കിലും ഈ വെള്ളത്തിലുള്ള എല്ലാ ന്യൂട്രിയൻസും ചെടിക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ബാക്ടീരിയകളുടെ പ്രവർത്തനഫലമായിട്ട് അമോണിയനെ നൈട്രേറ്റ് ആക്കി ചെടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നല്ല വളർച്ച കിട്ടുന്നത്.
അക്വാപോണിക്സിന്റെ സാധ്യതകൾ വളരെ വലുതാണെങ്കിലും കർഷകർ തുടക്കത്തിൽ വൻതുക ചെലവഴിക്കേണ്ടി വരും. ഇതുകൂടാതെ വൈദ്യുതി ബില്ലും ഉയരും. ഈ സാഹചര്യത്തിൽ സർക്കാർ സബ്സിഡി നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ.